നമസ്കാരം. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടി ചൈനയിലെ ടിയാൻജിനിൽ ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ജപ്പാൻ ദ്വിദിന സന്ദർശനം വാർത്തകളിൽ നിറയുകയാണ്. ട്രംപിന്റെ അധിക തീരുവകളുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന 15ാമത് ഇന്ത്യ ജപ്പാൻ ഉച്ചകോടി അതിനിർണായകവുമാണ്. ഇന്തോ പസഫിക്കിൽ ചൈനയെ ചെറുക്കാൻ ഉദ്ദേശിച്ച് അമേരിക്കയുടെ മുൻകൈയിൽ ആരംഭിച്ച ചതുർരാഷ്ട്ര സഖ്യം അഥവാ ക്വാഡ് അംഗങ്ങളാണ് ഇന്ത്യയും ജപ്പാനുമെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അവർ തമ്മിലെ സഹകരണം ആഴത്തിലാവുന്നുണ്ട്. ഇത് അമേരിക്കയ്ക്ക് തിരിച്ചടിയാവുകയും ചെയ്യും. അമേരിക്കയുടെ ഇരട്ട തീരുവയെ മറികടക്കാൻ വഴി തേടുകയാണ് നിലവിൽ ഇന്ത്യ. ഇതിന്റെ ഭാഗമായാണ് ജപ്പാനിലേക്കുള്ള സന്ദർശനം. അതിനൊപ്പം തന്നെ ഇതിന്റെ ഭാഗമായി മറ്റ് ലോകരാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും ഇന്ത്യയുടെ നീക്കമുണ്ട്. ജപ്പാനിൽ പ്രധാനമന്ത്രി മോദി നടത്തിയ സന്ദർശനം വൻ വിജയകരമായി മാറുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം ഊർജിതമാക്കാനുള്ള വഴികൾ ഈ സന്ദർശനം വഴി ഉരുത്തിരിഞ്ഞു. സാമ്പത്തിക വിപണി സഹകരണം ലക്ഷ്യമിട്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ സന്ദർശനം. ജപ്പാനിലെ മോദിയുടെ സന്ദർശനം ചരിത്രപരമായിരുന്നു എന്ന് വേണം പറയാം. 15ാം ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയുടെ ഭാഗമായി ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗെറു ഇഷിബെയുമായി മോദി കൂടിക്കാഴ്ച നടത്തി. വെള്ളിയാഴ്ച രാവിലെ ടോക്കിയോയിലെത്തിയ മോദിക്ക് ഹൃദ്യ സ്വീകരണമാണ് ഒരുക്കിയത്. പരമ്പരാഗത നൃത്തരൂപങ്ങളും നാടൻ ഗാനങ്ങളുമായി ജപ്പാൻകാരും മോഹിനിയാട്ടം, കഥക്, ഭരതനാട്യം, ഒഡീഷി തുടങ്ങിയ കലാരൂപങ്ങളുമായി ജപ്പാനിലെ ഇന്ത്യൻ സമൂഹവും മോദിയെ സ്വീകരിച്ചു. മോദി യാത്രയിൽ നേടിയെടുത്ത ഇന്ത്യക്ക് വേണ്ടി കണ്ടെത്തിയ നിർണായകമായ നേട്ടങ്ങൾ പരിശോധിക്കാം. ഒന്ന്, അടുത്ത 10 വർഷത്തിനിടെ ജപ്പാൻ ഇന്ത്യയിൽ $6,800 കോടി, ഏകദേശം 5.99 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടത്തപ്പെടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗെറു ഇഷിബെയും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം പുതിയ ദിശയിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം വരുന്നത്. 10 വർഷത്തെ ഇന്ത്യ ജപ്പാൻ റോഡ് മാപ്പിൽ നിക്ഷേപം, സാമ്പത്തിക സുരക്ഷ, പരിസ്ഥിതി, സാങ്കേതികത, ആരോഗ്യം എന്നീ മേഖലകളിലാണ് ശ്രദ്ധയൂന്നുന്നത്. ഇതിനു പുറമെ ഇരു രാജ്യങ്ങളും 13ഓളം ധാരണാപത്രങ്ങളിലും ഒപ്പിട്ടു. 2, പ്രതിരോധ മേഖലയിലെ സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സൈന്യങ്ങളുടെ സംയുക്ത അഭ്യാസ പ്രകടനം, സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇതിനായി സംയുക്തമായി പദ്ധതികൾ ആവിഷ്കരിക്കും. 3, ഇന്ത്യ ജപ്പാൻ മാനവ വിഭവശേഷി വിനിമയം നടത്തും. ഇതിനായി കർമ്മ പദ്ധതി ആസൂത്രണം ചെയ്യും. നൈപുണ്യ വിദഗ്ധരായ 50,000 പേർക്ക് ജപ്പാനിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ അവസരം ലഭിക്കും. ഇതേ കാലയളവിൽ 5 ലക്ഷം പേരെ ഇരു രാജ്യങ്ങളും പരസ്പരം കൈമാറും. വിദ്യാഭ്യാസ, സാംസ്കാരിക, സാങ്കേതിക മേഖലയിൽ ഇരു രാജ്യങ്ങൾക്കും ഇത് നേട്ടമാകും. IT ഉൾപ്പെടെയുള്ള മേഖലയിലാണ് മാറ്റങ്ങൾ കൊണ്ടുവരിക. 4, ഇന്ത്യയുടെ ചന്ദ്രയാൻ പദ്ധതിയാണ്. നമുക്കറിയാം, വളരെ ആർജവത്തോടെ നാം നോക്കിക്കാണുന്ന ഒന്നാണ്. സംയുക്ത ചാന്ദ്ര ധ്രുവ പര്യവേക്ഷണ ദൗത്യവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയും ജപ്പാൻ എയ്റോസ്പേസ് പര്യവേഷണ ഏജൻസിയും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കും. ജപ്പാന്റെ ലോഞ്ച് വെഹിക്കിൾ ISRO നിർമ്മിത ലൂണാർ ലാൻഡറുമായും സഞ്ചരിക്കും. 5, ശുദ്ധമായ ഹൈഡ്രജനും അമോണിയയും സംബന്ധിച്ച സംയുക്ത ഉദ്ദേശ പ്രഖ്യാപനം. ജപ്പാൻ ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയവും വിദ്യാഭ്യാസം, സാംസ്കാരികം, കായികം, ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം തമ്മിലുള്ള സംയുക്ത ഉദ്ദേശ പ്രസ്താവനയാണിത്. ഇതിനൊക്കെ പുറമെ നിരവധി കാര്യങ്ങളുണ്ട്. സംയുക്ത ക്രെഡിറ്റിംഗ് സംവിധാനത്തെക്കുറിച്ചുള്ള സഹകരണ ധാരണാപത്രം, ഇന്ത്യ ജപ്പാൻ ഡിജിറ്റൽ പങ്കാളിത്തം ഇത് സംബന്ധിച്ച ധാരണാപത്രം, ധാതു വിഭവ മേഖലയിലെ സഹകരണം, സാംസ്കാരിക വിനിമയത്തിലെ സഹകരണം, പരിസ്ഥിതി സഹകരണ മേഖല അത് കൂടുതൽ വർദ്ധിപ്പിക്കും. സുഷമ സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ സർവീസും ജപ്പാനിലെ വിദേശകാര്യ മന്ത്രാലയവും തമ്മിലുള്ള ധാരണാപത്രം. അടുത്ത ദശകത്തേക്ക് ജപ്പാനിൽ നിന്നും ഇന്ത്യയിലേക്ക് 10 ട്രില്യൺ JPY സ്വകാര്യ നിക്ഷേപ ലക്ഷ്യം. ഇന്ത്യ ജപ്പാൻ AI സംരംഭത്തിന്റെ സമാരംഭം, സുസ്ഥിര ഇന്ധന സംരംഭത്തിന് തുടക്കം. ഇതൊക്കെയാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനിയുമുണ്ട് ധാരാളം. 2 ദിവസത്തെ ജപ്പാൻ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി മോദിയും ഷിഗെറു ഇഷിബെയും ടോക്കിയോയിൽ നിന്നും സെൻറ്റായിലേക്ക് ഒരു ബുള്ളറ്റ് ട്രെയിൻ യാത്രയും നടത്തുന്നുണ്ടായിരുന്നു. ഇന്ത്യ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ബുള്ളറ്റ് ട്രെയിനുകളെ കുറിച്ചുള്ള ചർച്ചകൾ വന്നു. വെള്ളിയാഴ്ച പ്രധാനമന്ത്രി മോദി ഇന്ത്യ ജപ്പാൻ സാമ്പത്തിക ഫോറത്തെ അഭിസംബോധന ചെയ്തു. അവിടെ ഉൽപാദനം, സാങ്കേതികവിദ്യ, നവീകരണം, ഹരിത ഊർജ്ജം, നൈപുണ്യ വികസനം എന്നീ മേഖലകളിൽ പങ്കാളിത്തത്തിനായി സംസാരങ്ങളുണ്ടായി. ലോകം ഇന്ത്യയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഫോറത്തിലെ ജപ്പാനീസ് പ്രധാനമന്ത്രി ഷിഗെറു ഇഷിബെയുടെ പരാമർശങ്ങൾ അദ്ദേഹം ആവർത്തിച്ചു. ജപ്പാന്റെ മികവും ഇന്ത്യയുടെ വ്യാപ്തിയും ഒരു തികഞ്ഞ പങ്കാളിത്തം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എങ്ങനെയാണ് മറ്റു രാജ്യങ്ങളോടുമായി ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി സഹകരണം ഉണ്ടാക്കുന്നു എന്നുള്ളത് വളരെ നിർണായകമാണ്. അതിൻ്റെ മികച്ച ഉദാഹരണമാണ് കണ്ടത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ പ്രതിഫലനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകും. അമേരിക്ക ഉയർത്തിയ സാമ്പത്തിക സമ്മർദ്ദങ്ങളെ ഇന്ത്യ എങ്ങനെയാണ് മറ്റു രാജ്യങ്ങളുമായുള്ള സഹകരണത്തിലൂടെ മറികടക്കുന്നുവെന്ന് കണ്ടറിയാം.